നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മൊമെൻ്റാണ് വരുന്നത്. ഇത്ര ടൈം നാം പ്രൊഡക്ഷൻ നമ്പർ 1 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അതിന് അതിൻ്റെ പേര് ടൈറ്റിൽ ലോഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പ്രൊജക്റ്റ് നമ്പർ 1-ൻ്റെ ഒഫീഷ്യൽ നെയിം മില്യണയർ എന്നാണ്. ഭാഷകളിലായി പുറത്ത് ഇറക്കാൻ അല്ലെങ്കിൽ നമ്മൾ സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വെബ് സീരീസ് ആണ് മില്യണയർ. അടുത്തത് നമ്മളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സ്റ്റാൻലി വർഗീസ്. പറയേണ്ടതില്ല, അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലത്തെ വർഷങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പും സ്വപ്നവുമാണ് ഈ പ്രൊജക്റ്റ്. സോ ആളുടെ മനസ്സിലൂടെ ഇപ്പോൾ ഒരുപാട് ഇമോഷൻസ് കടന്നു പോകുന്നുണ്ടാവും. സന്തോഷം, സങ്കടം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ ആയിരിക്കും ആളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കൂടി നമുക്ക് ആളെന്താ പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഒരു സ്പീച്ചിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാൻലി വർഗീസ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ ഇവിടെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ആർട്ടിസ്റ്റ് ഇതൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചാണ്. അതാണ് ബ്രെയിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇവിടെ വേർതിരിവുകളില്ല, എല്ലാവരും ഒരുമിച്ച്. അവിടെ എന്താ പറയുക, ചേട്ടൻ മാത്രമേ ഉള്ളൂ, സാറില്ല. ഇതാണ് ഒരു പ്രത്യേകത. രജിത്തേട്ടൻ എപ്പോഴും പറയും, സാർ വേണ്ട, ചേട്ടൻ മതി. ചേട്ടനാകുമ്പോൾ ഒരു ആത്മബന്ധം ഉണ്ടാവും, സാറാവുമ്പോൾ അകൽച്ച ഉണ്ടാവും എന്ന് രജിത്തേട്ടൻ പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ബിന്ദു ചേച്ചി വർഷങ്ങൾ ആയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ് ബിന്ദു ചേച്ചി. അത് എത്രയോ വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 20-23 വർഷമായിട്ട് എനിക്കറിയാം ബിന്ദു ചേച്ചിയെ. മലയാളത്തിലും പല വേഷങ്ങളും ചെയ്തു. അമ്മ, പെങ്ങള്, ചേച്ചി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര്, പ്രേമി, എന്താ പറയുക, കേരളം കണ്ട് ആഘോഷിച്ച കറുത്തമുത്ത് എന്ന സീരിയലിൽ ഏറ്റവും നല്ലൊരു കഥാപാത്രത്തിനെ അവതരിപ്പിച്ചു, ടൈറ്റിൽ റോൾ ചെയ്തു. പിന്നെ കുറച്ച് നാൾ മാറി നിൽക്കുകയായിരുന്നു. മാറി നിൽക്കുക എന്ന് വെച്ചാൽ അവധിയെടുത്തിരിക്കുകയല്ല ചെയ്തത്. തെലുങ്കിൽ ഇവിടത്തേക്കായാലും ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് പ്രേമി അവിടെ അടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഈ പദ്ധതി, ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. പ്രേമി അപ്പോൾ ശരി നമുക്ക് ചെയ്യാം ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രേമി വന്നു. രജിത്തേട്ടൻ കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിച്ചു. ഞങ്ങൾ മിക്ക ദിവസവും പല കാര്യങ്ങളും സംസാരിച്ചു. അങ്ങനെ ആ ഒരു കഥാപാത്രം രജിത്തേട്ടൻ ഇതിനകത്ത് ഇത്ര നാൾ നിങ്ങൾ കണ്ട ഒരു രജിത്തേട്ടനെ ആയിരിക്കില്ല മില്യണറിൽ കാണുന്നത്, വേറൊരു രൂപത്തിലുള്ള ഒരാളെ ആയിരിക്കും. അപ്പോൾ രജിത്തേട്ടൻ അങ്ങനെ സഹകരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ഓരോരുത്തരും ഇത് ഇന്നലെ തുടങ്ങി ഇന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ പൂജ നടത്തിയൊരു പദ്ധതിയല്ല. ഏകദേശം ഒരു വർഷത്തിന് മേലെയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. 1 വർഷത്തിന് മേലെയായിട്ടുണ്ട് ഈ പദ്ധതിയുടെ പിന്നിൽ നമ്മൾ ഇറങ്ങിയിട്ട്. കൂട്ടായ്മ ഉണ്ടാക്കി, ഒരുപാട് ആളുകൾ വന്നു അതിനകത്ത്. അപ്പോൾ ഇവർ വന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ MD സാർ പറയും. എന്നാലും ഈ വരുന്ന ഓരോ പുതിയ ആളുകളെയും, പുതിയ കലാകാരന്മാരെയും, അതായത് കഴിവുണ്ടായിട്ടും അവസരങ്ങൾ കറക്റ്റായിട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം. ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു പടം ചെയ്തു, അതിൻ്റെ റിലീസ് ഒരു 2 മാസം കൊണ്ട് ഉണ്ടാവും. അപ്പോൾ എൻ്റെ സിനിമയിലും പുതിയ ഒരുപാട് പേർക്ക് ഞാൻ അവസരം കൊടുത്തായിരുന്നു. അപ്പോൾ ഓരോരുത്തരും എവിടെ നിന്നൊക്കെയോ വരുന്നു. ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലരാവുന്നു, ചിലരാവുന്നില്ല. അപ്പോൾ പക്ഷേ നമുക്ക് കൃത്യമായും ഒരു ജോലി പറഞ്ഞാൽ, അല്ലെങ്കിൽ അഭിനയമാണ് എനിക്കറിയാവുന്ന എന്ന് പറഞ്ഞിട്ട് വന്ന് അയാൾ ഒരു ഡയലോഗെങ്കിലും നന്നായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രചോദനം കൊടുക്കുക, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക, അത് നല്ല രീതിയിൽ വരുത്തുക, അതാണ് ഉദ്ദേശം. അപ്പോൾ ബ്രെയിൻ ഫ്ലെയിം വന്നിട്ട് പെട്ടെന്ന് വന്ന് ഒന്നോ രണ്ടോ വർക്ക് ചെയ്ത് തിരിച്ചു പോകുന്നതല്ല.
ഈ വരുന്ന ആളുകളുടെ മനസ്സും പ്രശ്നങ്ങളും കാര്യങ്ങളും കൂടി പങ്കിട്ടുകൊണ്ടാണ് ബ്രെയിൻ ഫ്ലെയിം ഈ പദ്ധതി ഉണ്ടാക്കുന്നത്. കാരണം ഒരു പെട്ടെന്നൊരു പേര് കിട്ടാൻ വേണ്ടി വന്നിട്ട് എന്തെങ്കിലും ചെയ്യുമല്ല ഉദ്ദേശം. അപ്പോൾ ഞങ്ങള് കുറെ നാളുകൾ, ഈ 1.25 വർഷത്തോളം പ്ലാൻ ചെയ്ത് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്ത്, ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്യാനല്ലായിരുന്നു എനിക്ക് ഇതിന്റെ പ്ലാനിങ്. എനിക്കത് പെട്ടെന്ന് പറ്റുമായിരുന്നു ഒരു പരിധി വരെ. പക്ഷെ പല പ്രാവശ്യം എഴുതി പൊളിച്ചെഴുതി. ഇതിനപ്പുറത്ത് ഈ വരുന്ന ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയാ, പെട്ടെന്നൊരു വേഷം ചെയ്തു, ചെറിയ എന്തെങ്കിലും കാണിച്ചു, തിരിച്ചുപോയി, അന്നല്ല. അവരെ കൂടെ നിർത്തുക, അവരോടൊപ്പം നമ്മൾ ഉണ്ടാവുക, അവർക്കുള്ള പ്രശ്നങ്ങൾ അറിയാം, അവർക്കുള്ള വിഷമങ്ങൾ അറിയാം, അതിന് ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു മനസ്സുകൂടി ബ്രെയിൻ ഫ്ലെയിം സിനിമയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒരു വെറുതെ ഒരു പ്രൊഡക്ഷൻ കമ്പനി അല്ല ബ്രെയിൻ ഫ്ലെയിം സിനിമയെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതിന് കുറെ പദ്ധതികളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അതായത് സാധാരണ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഓഡിയേഷൻ വെച്ചപ്പോ പലരും ചോദിച്ചു, അത് ഞങ്ങൾ പൈസ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ, എന്തെങ്കിലും വേറെ തരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ കാർഡ് ഓഡിഷൻ ഡേറ്റ് ഇഷ്യൂ ചെയ്തപ്പോ ആ കാർഡിൽ എഴുതി പണവും പാരിതോഷികവും സ്വീകരിക്കുന്നതല്ലാണ്. ബ്രെയിൻ ഫ്ലെയിം സിനിമയെ സംബന്ധിച്ച് ഒരാളിൽ നിന്നും പൈസകൾ സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അവരെ ഇത് ചെയ്തുകൊണ്ടോ ഒന്നും അല്ല നമ്മൾ പദ്ധതി ചെയ്യുന്നത്. വ്യക്തമായും ധാരണയുണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് രീതിയിൽ ചെയ്യണം എന്ന് വ്യക്തമായി പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഈ വർക്കൗട്ട് നമ്മൾ ചെയ്യണം. കഴിഞ്ഞ 14 വർഷത്തോളമായി ബ്രെയിൻ ഫ്ലെയിം ക്യാപിറ്റൽ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം ബാങ്കിങ് മേഖലയിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആണ് നമ്മൾ ബ്രെയിൻ ഫ്ലെയിം സിനിമാസ് ഒരു സഹോദര സ്ഥാപനം കൂടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ വ്യക്തമായും ധാരണയുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോ ഇത്രയും പേര് ഇവിടെ വന്നു, എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടതാണ്, എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ടവരാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഇപ്പൊ പടങ്ങൾ ചെയ്ത ആളുകളുണ്ട്. ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹം പറഞ്ഞു, സാറേ ഞാന് 80 പടത്തോളം ചെയ്തെന്ന് പറഞ്ഞു. 80 പടം. അപ്പൊ ഒന്ന് ആലോചിക്കുക. പക്ഷെ ആ വ്യക്തിയെ ആരും തിരിച്ചറിയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്, അവർക്ക് കൃത്യമായ ഒരു അവസരം കിട്ടുന്നില്ല. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ, നല്ലൊരു അവസരം കൊടുത്താൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ കൃത്യമായ ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് അവരുടെ പ്രശ്നം വന്നേക്കുന്നത്. അല്ലെങ്കിൽ അവര് പലതും ആയിപ്പോയി. ഇപ്പൊ ബിന്ദു ചേച്ചി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ പറഞ്ഞു, സ്റ്റാൻലി ഒരുപാട് വർക്ക് വന്നു, പക്ഷെ ഞാനതൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ എന്നാലും എന്താ പറയാ, എനിക്കത് അത്രയ്ക്ക് അങ്ങ് ഒരു മനസ്സിന് തോന്നിയില്ല എന്ന് പറഞ്ഞു. അപ്പോ പൈസയ്ക്ക് അപ്പുറത്ത് സിനിമയെ ചിന്തിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ഉദ്ദേശമുള്ള ആളുകളാണ് അങ്ങനെയുള്ള കുറച്ചു പേര്. അവര് നല്ല കഥാപാത്രങ്ങളും നല്ല സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വരും, ചെയ്യും. അത് നമുക്ക് ഉറപ്പായിട്ട് എല്ലാവർക്കും അറിയാം. ഇത്രയും വർഷങ്ങള് ഞാന് വർക്ക് ചെയ്തു, പലരുടെ ഒപ്പം നിന്നു, പഴയതും പുതിയതൊക്കെ ആയിട്ടുള്ള. അപ്പൊ ഒരുപാട് അനുഭവങ്ങളിലൂടെ വന്ന് സിനിമ ഒരുപാട് കണ്ടു, മദ്രാസിലും കേരളത്തിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് നല്ല വ്യക്തമായും പ്രശസ്തരായി പണി അറിയാവുന്ന ഒരുപാട് പേരുടെ കൂടെ നിന്നിട്ട് നമ്മൾ അറിഞ്ഞ കുറെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ല കാര്യങ്ങൾ എടുക്കുകയും ചീത്ത കാര്യങ്ങൾ തള്ളിക്കളയുകയും ചെയ്യാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാണ് ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ബ്രെയിൻ ഫ്ലെയിമിന്റെ MD VS വിദ്യാധരൻ സാറ്, അദ്ദേഹം വന്നിട്ട് ഒരുപാട് വർഷങ്ങള് നടന്ന, അദ്ദേഹം അധികം സംസാരിക്കാറില്ല. എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, നിങ്ങളുടെ കമ്പനിയുടെ MD സംസാരിക്കണില്ല, നിങ്ങളുടെ പ്രൊഡ്യൂസർ മാത്രമേ സംസാരിക്കണുള്ളൂ. അപ്പൊ അദ്ദേഹം സംസാരിക്കുകയല്ല, പ്രവർത്തിക്കുകയാണ് ചെയ്യാറ്. കാരണം ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പൊ നമ്മള് മറ്റുള്ളവർ ചെയ്യുന്നത് വേണ്ട, നമുക്ക് നമ്മുടെ വ്യക്തിമുദ്ര വരുന്ന രീതിയിൽ നമുക്ക്
നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം പറയാറ് പലപ്പോഴും. ഓരോ പ്ലാനും പദ്ധതിയും ഞങ്ങൾ സംസാരിക്കുമ്പോഴും അദ്ദേഹം അങ്ങനെയാണ് തിരുത്തി പറയാറാണ് പലപ്പോഴും. നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി, അവർക്കൊരു വിഷമം വേണ്ട, അവർക്കൊരു പ്രശ്നം വേണ്ട, നമ്മൾ മുഖേന ഒരു വിഷയം വേണ്ട ആർക്കും എന്നാ പറയാറ്. കഴിവുള്ള എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തുക, മുന്നോട്ട് പോവാം. അപ്പൊ ആ ചേർത്ത് നിർത്തല്ലേ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് നല്ല അഭിനയം അറിയാവുന്നവരുണ്ട്, നല്ല എന്താ പറയാ പല രീതിയിലും കഴിവുള്ളവരുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഈ ഒരു ക്രൂവിനെ ഒരു നിന്ന് മുന്നോട്ട് നയിക്കാൻ ഇപ്പൊ ബ്രെയിൻ ഫ്ലെയിം ഉണ്ട്, ഒപ്പം വർഷങ്ങള് എക്സ്പീരിയൻസ് ഉള്ള ഇപ്പൊ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് ഇപ്പൊ രജിത് ഏട്ടൻ, ബിന്ദു ചേച്ചി, പ്രേമി, ഇങ്ങനെ ഒരുപാട് പേര് അവര് അതിന്റെ മുൻപിൽ നിന്ന് പുതിയ ആളുകൾക്ക് എന്താണ് എങ്ങനെയാണ് ഞങ്ങൾ വരണ്ടേ, നാളെ നിൽക്കണ്ടേ എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ നമ്മളൊരു ശക്തമായ ഒരു ടീമുണ്ട് നമുക്ക്, പരസ്പരം അറിയാവുന്ന, പരസ്പരം കാര്യങ്ങൾ പറയുന്ന ഒരു ടീമുണ്ട്. ഇത് മില്യണർ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു വർഷത്തിന് മേലെയാണ് ഇതിന്റെ വർക്കൗട്ട് ഇത് ചെയ്തത്. അപ്പോൾ ഞാനത് ഇതൊരു ത്രില്ലർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക്, അതായത് വ്യത്യസ്തമായ ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറെ വർഷങ്ങള് ഒരു 85-86 കാലഘട്ടത്തില് ചെന്നൈയിൽ നടന്ന ഒരു ഇഷ്യൂസ്, അത് വലിയൊരു ക്രൈം, അത് വന്നിട്ട് വലിയ ഒരു അന്വേഷണം, അതിന്റെ പിന്നിലുള്ള അധ്വാനം ഒക്കെ ഉണ്ട്. അത് എനിക്ക് വളരെ അടുപ്പമുള്ളൊരു CBCID ഉണ്ടായിരുന്ന ഒരു സാറ് മുഖേന അതിന്റെ വിവരങ്ങൾ ഞാനിങ്ങനെ ചെന്നൈ ഞാൻ ഉള്ള സമയത്ത് അറിഞ്ഞതാ, കുറെ വർഷങ്ങൾ മുമ്പ് അറിഞ്ഞതാ. അപ്പൊ ഒരു വ്യത്യസ്തമായ ഒരു ത്രില്ലർ നമുക്ക് ചെയ്യണം എന്നൊരു ഐഡിയ വന്നപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു സാധനം. കാരണം നമ്മള് എല്ലാവരും കാലത്തിരിച്ച് ഓടുന്നത് പണത്തിന് വേണ്ടിയാണ്. പണം വരണം, പണം വരണം, പണം വരണം എന്ന് ഓടണം. പക്ഷെ അത് നല്ല രീതിയിൽ പണം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ട്, ഏത് രീതിയിലും പണം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോ ഏത് രീതിയിലും പണം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരുടെ റൂട്ടില് വന്നുപെടുന്ന ചില നല്ല ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെയും കൂടി ചവിട്ടി മതിച്ചിട്ടായിരിക്കാം മറ്റൊരു അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ വിഷമമുണ്ട്, വേദനയുണ്ട്, സങ്കടമുണ്ട്, പ്രശ്നമുണ്ട്. മറ്റുള്ളവരുടെ പ്രശ്നം മനസ്സിലാക്കണവരുണ്ട്, മനസ്സിലാക്കാത്തവരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ നമ്മളുടെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ചു പേരെ ഞാൻ ഈ യഥാർത്ഥ കഥയിൽ നിന്ന് ഒരു ട്രാക്ക് ഉണ്ടാക്കി ആ ആളുകളെ അതിനകത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇതിന്റെ തിരക്കഥ ഉണ്ടാക്കിയത്. അപ്പൊ അത് പിന്നെ നമുക്ക് അപ്പുറത്തും നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് അനുഭവങ്ങള്, ഒരുപാട് ആളുകളുടെ അനുഭവങ്ങള്, പലരും പറഞ്ഞ കാര്യങ്ങള്, ഇങ്ങനെ ഇതെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ ഓഡിയേഷൻ നടത്തുമ്പോ നമ്മൾ ഏകദേശം ഒരു 650 പേരോളം നമുക്ക് എൻട്രി വന്നിട്ടുണ്ട്, 650 മേലെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ വർക്കൗട്ട് ചെയ്ത് 60 പേരെ മാത്രമാണ് നമ്മൾ ഫൈനൽ ചെയ്തത്. ആ 60 പേരെ മാത്രമേ നമ്മൾ സംസാരിക്കാൻ വിളിച്ചുള്ളൂ. അപ്പൊ അവരൊക്കെ പറഞ്ഞ ചില എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ വന്നിട്ട്. സാധാരണ ഓഡിയേഷന് പോകുമ്പോഴും നമ്മളുടെ ഇതിനകത്ത് വന്നപ്പോഴൊക്കെ ഉള്ള ഒരു വ്യത്യാസങ്ങൾ, അത് വളരെ സന്തോഷം തോന്നി നമുക്ക്. പക്ഷെ അതിന് ഒരു പ്രധാന കാരണക്കാര് ഈ ഇരിക്കുന്ന നമ്മുടെ കമ്പനിയുടെ MD വിദ്യാധര സാറും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസർ ട്രീസ പീറ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അവരതിനെ മനസ്സിലാക്കിയിട്ട് 10 പടി മേളിലാണ് അവർ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമുക്ക് ആ വർക്ക് ചെയ്യാനുള്ള, നമുക്ക് ഇപ്പോൾ ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചായയും ഒരു കടിയും കൂടിയും കഴിക്കാമെന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഇത് സാധാരണ പകുതി ചായ കുടിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു ഇത് കിട്ടില്ല, എന്താ മുന്നോട്ട് പോകാനുള്ള ഒരു എയിം ഉണ്ടാവില്ല. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേരെ ചേർത്ത് നിർത്തി ഇത്രയും ആളുകളെ കൊണ്ടുവന്ന് അതിന്റെ പദ്ധതി പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ഒരു പിഴവുകളില്ലാതെ ചെയ്യാൻ, ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് വളരെ വർഷങ്ങള് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമ്മുടെ ക്രൂവിൽ തന്നെ നിൽക്കുന്നത്. ക്യാമറയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പ്രൊജക്ട് ഡിസൈനേഴ്സ് ആണെങ്കിലും. ഇപ്പോൾ നിത്യൻ സൂര്യകാന്തി എന്ന് പറയുന്ന പെരുമ്പാവൂർ വളരെ പ്രശസ്തനായിട്ടൊരാളാണ്. അദ്ദേഹം ഉമ്മറിനെയൊക്കെ വെച്ച് സീരിയൽ പിടിച്ചയാളാണ്.
അന്ന് നല്ല ബഡ്ജറ്റിൽ സീരിയൽ ചെയ്ത ആളാണ്. ഒരുപാട് ഗാനങ്ങൾ പുറത്തിറക്കിയ ആളാണ്, പുസ്തകങ്ങൾ പുറത്തിറക്കിയ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ കഴിവും അനുഭവ പരിചയവുമുള്ള ഒരുപാട് പേരുടെ ഒരു എന്താ പറയുക ബുദ്ധിയും കൂടിയും ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട്. ഞാൻ മാത്രം ഇത് ചെയ്തുകൊണ്ടോ എൻ്റെ മാത്രം ചിന്ത വെച്ചിട്ടല്ല ഒന്നും ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ ഉള്ള ഒരു പ്രത്യേകിച്ച് കൂട്ടായും എന്ത് കാര്യം പ്ലാൻ ചെയ്താലും അത് വ്യക്തമായും സംസാരിച്ച് ധാരണ ഉണ്ടാക്കിയതിന് ശേഷം പ്രവൃത്തിയിലേക്ക് വരുത്താറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു വർഷമൊക്കെ പിടിച്ചത്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് അഭിനേതാവാണ്, കുറേ കാര്യങ്ങൾ. ഇപ്പം മാഹിൻ ബക്കർ, ഇദ്ദേഹം ഈ പ്രോജക്റ്റ് തുടങ്ങുന്ന സമയം മുതൽ ഞാൻ എഴുതുന്ന സമയം മുതലുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം നമുക്ക് പിന്തുണയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഓരോ ആളുകളും, കാളി, അങ്ങനെ ഓരോരോ ആളുകളുണ്ട് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്രൂ തന്നെ എക്സ്പീരിയൻസ്, ഇപ്പം മേക്കപ്പ് ടീം, സുനിത, വർഷങ്ങളായിട്ട് അവരൊക്കെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, നമ്മളെ അറിയാവുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഓരോ ആളുകളുണ്ട്, ആർട്ട് അല്ലെങ്കിൽ കോസ്റ്റ്യൂം എല്ലാം. അപ്പോൾ പെട്ടെന്ന് വന്ന ആരുമല്ല ഇതിൻ്റെ ഒന്നും പിന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായ ബോധത്തോടുകൂടിയ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പേരിലും ബ്രെയിൻ ഫ്ലൈങ് സിനിമാസിൻ്റെ പേരിലും അകമൊഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നാളെയും ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഇതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും പ്രാർത്ഥനയും നാളെ ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഞാൻ പറയുകയാണ്. നന്ദി, നമസ്കാരം. വേദിയിലുമുള്ള എല്ലാ കലാകാരന്മാരെയും എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ എല്ലാം പേരെടുത്ത് പറയാനായിട്ട് എനിക്ക് കഴിയില്ല. കാരണം ബ്രെയിൻ ഫ്ലെയിം സിനിമാസിൻ്റെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് എല്ലാവരും നമ്മളോട് ചേർന്ന് നിൽക്കുന്നത്. നമ്മുടെ ഓഡീഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ഓഡീഷനിൽ വന്നായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് കഴിവുകളെ കണ്ടിട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നി. കാരണം അത്രയ്ക്കേറെ കഴിവുള്ള ആളുകളായിരുന്നു ഞങ്ങളുടെ ഓഡീഷനിൽ വന്നത്. അവരെല്ലാം ഒരുപാട് സ്നേഹത്തോടെ സ്മരിക്കുന്നു, നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് പറയാതിരിക്കാൻ വയ്യ. അവരുടെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അവർ വളരെ ഭംഗിയായി ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടുകൂടി നമ്മളോട് സഹകരിച്ചു പോകുന്ന ഒരു ക്രൂ മെമ്പേഴ്സ് ഉണ്ട് നമുക്ക്. അവരെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നവരോടും. പിന്നെ ആരോടെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളെല്ലാവരും ഒരു കുടുംബത്തെ പോലെ, ബ്രെയിൻ ഫ്ലെയിം സിനിമാസിൻ്റെ ഒരു കുടുംബത്തെ പോലെ, കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നമുക്ക് എല്ലാവർക്കും വളരെ ഭംഗിയായി മുന്നേറാം. എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിൽക്കുന്നു. അടുത്തതായി നമുക്ക് നമ്മുടെ MD വിദ്യാധരൻ സാറിനെ വിളിച്ചപ്പോൾ തന്നെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങട്ടെ. ഏതാണ്ട് 14 കൊല്ലമായിട്ട് ബ്രെയിൻ ഫ്ലെയിം ക്യാപിറ്റൽ സൊല്യൂഷൻസ് ഫിനാൻസിങ് കൺസൾട്ടൻസി ആൻഡ് ബാങ്കിങ് ഫിനാൻസിലുണ്ട്. നമ്മൾ തുടക്കത്തിലെ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ബാറിന് ഫിനാൻസ് ചെയ്യില്ല, സിനിമക്ക് ഫിനാൻസ് ചെയ്യില്ല. ഇതാണ് നമ്മൾ തുടക്കത്തിലെ എടുത്ത കാര്യം. എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ 2 കൂട്ടർക്കും ഇൻറ്റിമസി എന്നുള്ള ഒരു സാധനം ഇല്ല. ഇൻറ്റിമസി എന്നുള്ള ഒരു സാധനം ഈ 2 പാർട്ടിക്കില്ല. ആൽക്കഹോൾ വിൽക്കണവനുമില്ല, കഴിക്കണവനുമില്ല, സിനിമ എടുക്കണവനുമില്ല, അഭിനയിക്കണവനുമില്ല. പൈസ മേടിക്കുക, സ്കൂട്ടാവുക. അപ്പം നമുക്കത് പറ്റൂല, അതുകൊണ്ട് അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്നുള്ള ചോദ്യം പലരും എന്നോട് ചോദിച്ചു. നമ്മൾ ബേസിക്കലി നമുക്ക് 3 സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് ബ്രെയിൻ ഫ്ലെയിം ക്യാപിറ്റൽ സൊല്യൂഷൻസ്, പിന്നെ VS ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷെയർ ക്യാപിറ്റലിൻ്റെ കമ്പനിയുണ്ട്. പിന്നെ നമുക്ക് ബോസ് ലക്ഷറി ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് പ്രീമിയം വെഹിക്കിൾസിൻ്റെ ഒരു ഷോറൂം മലപ്പുറത്തുണ്ട്.
അപ്പോൾ അതിൻ്റെ 4ാമത്തെ ഒരു സംരംഭമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതിൽ എനിക്ക് യാതൊരു പാർട്ടിസിപ്പേഷനും ഇല്ല. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളിങ് ഉണ്ടായൊരു സമയമുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വരില്ല എന്ന് കരുതിയിട്ട് ഞാൻ വീണുപോയൊരു സാഹചര്യത്തിൽ എന്നെ കിട്ടാതായിട്ട് എൻ്റെ ഭാര്യയുടെ നമ്പർ എങ്ങനെയോ തപ്പിയെടുത്തിട്ട് 2 മാസത്തെ പരിചയമുള്ള സമയത്ത് സ്റ്റാൻലി എന്നെ അന്വേഷിച്ചു വന്നു. അപ്പം അതിനെന്തെങ്കിലും അദ്ദേഹത്തിന് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തീരുമാനമാണ് ബ്രെയിൻ ഫ്ലെയിം സിനിമാസ്. അപ്പം ഞാനത് എൻ്റെ ജീവിതത്തിൽ സർവശക്തമായിട്ടുള്ള ദൈവം കഴിഞ്ഞാൽ ഞാൻ രണ്ട് പേരോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ഒന്ന് എൻ്റെ അമ്മയോടാണ്. കാരണം എനിക്ക് എല്ലാ പ്രതിസന്ധികളിലും എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ മുന്നേറാനായിട്ടുള്ള കരുത്ത് തന്നത് അമ്മയാണ്. പിന്നെ ആ അമ്മയും എന്നെ കൈവിട്ടു. ആ സാഹചര്യത്തിലൊക്കെ ഉരുക്കിൻ്റെ ഒരു കോട്ട പോലെ എൻ്റെ പുറകിൽ നിന്ന ആളാണ് ട്രീസ. അപ്പോൾ ട്രീസയ്ക്ക് ആ ചുമതല അങ്ങ് കൊടുത്തിട്ട് അവളുടെ പേരിൽ അതങ്ങ് തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണം ട്രീസയാണ്. അതിവിടെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ബ്രെയിൻ ഫ്ലെയിം സിനിമാസ് ഞങ്ങൾ രൂപീകരിച്ച സമയത്ത് ഞാൻ സ്റ്റാലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഓഡിഷന് വന്ന ആളുകളോടെല്ലാം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പാഷനാണ്, സിനിമ ഞങ്ങളുടെ പാഷനാണ്. ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പൈസ കിട്ടാറുണ്ടോ? ഇഫ് യു ആർ ഫോളോയിങ് യുവർ പാഷൻ, ആർ യു ഗെറ്റിംഗ് സം മണി ഔട്ട് ഓഫ് ദാറ്റ്? അപ്പോൾ പലരും ചിരിച്ചു. സ്റ്റാലിനോട് പറഞ്ഞു, സാറേ ഞങ്ങൾ എന്ത് ത്യാഗം ചെയ്തിട്ട് അഭിനയിക്കാം, ഞങ്ങൾക്കൊരു വേഷം കിട്ടിയാൽ മതി. അപ്പോൾ ഞങ്ങൾ അത് ശരിയാവില്ലല്ലോ, ഇതൊരു തൊഴിലല്ലേ, ഇത് ഇസ് എ പ്രൊഫഷൻ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് മാന്യമായിട്ടുള്ള വേതനം വേണം, ഇതൊരു തൊഴിലാണ്, ഏതൊരു മേഖലയും പോലെ ഇറ്റ്സ് എ പ്രൊഫഷൻ. അപ്പം നമുക്ക് അതിനകത്തൊരു തൊഴിൽ മേഖലയായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. സ്റ്റാലിനോട് ഞാൻ പറഞ്ഞു, സ്റ്റാലിൻ നമുക്ക് തുടക്കത്തിൽ നമുക്കൊരു 2 പ്രൊജക്റ്റ് ഒരു കൊല്ലം ചെയ്യാവുന്ന ഒരു സംവിധാനം. അപ്പം നമുക്കറിയില്ല, ഞാൻ ഈ ഫിലിം മീഡിയയിലൊന്നും എനിക്ക് യാതൊരു ബന്ധങ്ങളുമില്ല, സിനിമ കാണുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒരു ബന്ധമില്ല. അപ്പം ഞാൻ പറഞ്ഞു, സ്റ്റാലിൻ നമുക്ക് നിന്ന് പഠിക്കണം. അങ്ങനെയാണ് മില്യണയർ എന്ന് പറയുന്ന വെബ് സീരീസിൻ്റെ തുടക്കം. ഞാൻ പറഞ്ഞു, നമുക്കിത് ചെയ്യാം, ചെയ്ത് പഠിച്ചതിന് ശേഷം നമുക്കൊരു നല്ല പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കുറച്ച് ആളുകളെ സംഘടിപ്പിക്കുക, അവർക്ക് മെയിൻ റോള് കൊടുത്തിട്ട് നമുക്ക് പ്രൊജക്റ്റുകൾ ചെയ്യാം. നമ്മുടെ കൂടെ ഉള്ളവർക്ക് മിനിമം 2 സിനിമയെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുക. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ഞങ്ങളിത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട. ആസ് ലോങ് ആസ് ബ്രെയിൻ ഫ്ലെയിം ഈസ് ദെയർ, നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാവും, നിങ്ങൾ അഭിനയിക്കും, നിങ്ങളുടെ പടം സ്ക്രീനിൽ ഓടും. അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. പലർക്കുള്ള സംശയം അതാണ്, ഞങ്ങൾ വന്ന് ആൾക്കൂട്ടത്തിൽ നിന്നിട്ട് പോകും, അങ്ങനെയൊന്നുമില്ല. ഞാൻ നിങ്ങളുടെയൊക്കെ സ്ക്രീൻ ടെസ്റ്റ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യുവജനോത്സവം വരെ ആസ്ഥാന കലാപ്രതിഭ ആ റേഞ്ചിൽ കളിച്ചത് ആളാണ് ഞാൻ. പക്ഷെ നിങ്ങളുടെയൊക്കെ മുമ്പ് കണ്ടിട്ട് എനിക്ക് ഈഗോ അടിച്ചു. ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് ഈഗോ അടിച്ചു. അപ്പോൾ ആലോചിച്ചാൽ മതി എന്തുമാത്രം ടാലൻ്റാണ് ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്നത്. അപ്പം ഞങ്ങൾ അതിനൊരു പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ കമ്പനിയുടെ ഒരു ഭാഗമായിട്ട് വരും. നിങ്ങൾക്ക് റെമ്യൂണറേഷൻ ഉണ്ടാവും, നിങ്ങളെ ഇൻഷുറൻസ് കവറേജിൽ കൊണ്ടുവരും, നിങ്ങൾക്കൊരു പെൻഷൻ പ്ലാൻ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് ഈ ഫിനാൻഷ്യൽ ഇയർ തന്നെ നമ്മൾ വരുത്താനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജത് സാറുണ്ട്, പ്രേമിയുണ്ട്, ചേച്ചിയുണ്ട്, ഇങ്ങനെയുള്ള സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മളോട് അതുപോലെ ഇടപെടുന്ന ആൾ. അപ്പോൾ ഇവരെ തന്നെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇത് ഫൈറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവണം. ഒരു കുടുംബമാണ്, എനിക്ക് വേറെ ആരുമില്ല. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് എൻ്റെ ശക്തി. അതുപോലെ ഇപ്പോൾ നിങ്ങളും കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞങ്ങളുടെ കൂടെ നിൽക്കണം. നിങ്ങൾക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഈ പ്രൊജക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സിനിമ അനൗൺസ് ചെയ്യും. അതിലൊക്കെ നിങ്ങൾക്ക് നല്ല വേഷങ്ങളുണ്ടാവും. അതൊക്കെ നിങ്ങൾ സ്റ്റാൻലി സാറുമായിട്ട് സംസാരിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ബ്രെയിൻ ഫ്ലെയിം സിനിമാസ് എന്നുള്ള കുടുംബത്തിലേക്ക് എന്നെയും ഒരു അംഗമായി സെലക്ട് ചെയ്ത് ഞാൻ നന്ദി പറഞ്ഞു. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഞാനും ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോലെ സീറ്റിലിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്ത് പറയേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. എനിക്കങ്ങനെ സംസാരിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഇവിടെ MD പറയും പോലെയാണ്, വാക്കുകൾ കുറച്ചിട്ട് പ്രവൃത്തിയിൽ കാണാം. താങ്ക് യു. താങ്ക് യു സനന്ദൻ. അടുത്തതായിട്ട് നമുക്ക് നിത്യൻ സൂര്യകാന്തിയെ നമ്മോട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനായ അധ്യക്ഷൻ, പ്രൊഡ്യൂസർ, സംവിധായകൻ, വേദിയിലെ മറ്റു പ്രമുഖ വ്യക്തികൾ, സ്നേഹം നിറഞ്ഞ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്ര പ്രതിഭകളുടെ മുന്നിൽ നിന്ന് രണ്ട് വാക്ക് സംസാരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷമാണ്. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രൊഡ്യൂസർ, MD, ക്യാമറാമാൻ, അതുപോലെ അജയൻ, എല്ലാവർക്കും 1000 ആശംസകൾ നേരിടും. താങ്ക്സ്.